പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ ഷനോജ് ലാൽ. ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു ത്രികോണമിതിയെ പറ്റിയിട്ട്. ഇന്ന് നമ്മൾ പുതിയൊരു കൺസെപ്റ്റാണ്, അതിൽ സൈനും കോസൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ കൺസെപ്റ്റിൽ പറയുന്നത് ട്രയാങ്കിൾ ആൻഡ് സർക്കിൾ അല്ലേ, ത്രികോണവും വൃത്തവും തമ്മിലുള്ള റിലേഷൻസും അതുപോലെ ട്രിഗ്നോമെട്രി എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ വരുന്നതെന്നൊക്കെയാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ട്രയാങ്കിൾ ആൻഡ് സർക്കിൾസ് അഥവാ വൃത്തവും ത്രികോണവും. നമുക്ക് എന്താണ് ട്രയാങ്കിൾ എന്നറിയാത്തവരാരുമില്ല. റൈറ്റ് ട്രയാങ്കിളാണ് കൂടുതലായിട്ട് നമ്മൾ ട്രിഗ്നോമെട്രിയിൽ യൂസ് ചെയ്യുന്നത് അല്ലേ. ട്രയാങ്കിളിന് ബേസ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസും അതിൻ്റെ ഏരിയാസും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സൈഡുകൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത് സർക്കിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ സർക്കിൾ എല്ലാവർക്കും അറിയാം, എന്തായിരുന്നു സർക്കിൾ എന്നറിയാം. സർക്കിൾ എന്ന് പറയുന്ന ചാപ്റ്റർ മുമ്പേ പഠിച്ചിട്ടുണ്ട്. അതിലെ ഞാൻ എന്താണ്, അതുപോലെ ആർക്ക് എന്താണ്, കോഡ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ചാപവും ഞാനൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇവിടെ ചാപം എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഒരു പാർട്ടിനെയാണ് ആർക്ക് എന്ന് പറയുന്നത്. കോഡെന്ന് പറയുന്നത് രണ്ട് പോയിന്റുകളെ സർക്കിളിൽ ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്താൽ കോഡ് അഥവാ ഞാൻ കിട്ടുന്നുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ആദ്യത്തെ ചിത്രം നോക്കുക. അതിലൊരു സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെൻട്രൽ ആംഗിൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അഥവാ കേന്ദ്രകോൺ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആർക്കിൻ്റെ ലെങ്ത്ത് കാണാൻ അല്ലേ, ആർക്ക് ലെങ്ത്ത് അല്ലെങ്കിൽ ചാപ നീളം കണ്ടുപിടിക്കാനുള്ള വഴി നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചതാണ്. നമുക്കതല്ല വേണ്ടത്. നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഞാണിൻ്റെ നീളമാണ്, അല്ലെങ്കിൽ കോഡിൻ്റെ ലെങ്ത്താണ് കാണേണ്ടത്. AB എന്ന് പറയുന്നൊരു കോഡ് ഉണ്ടല്ലോ, അതിൻ്റെ ലെങ്ത്താണ് കാണുന്നത്. അപ്പോൾ ആദ്യത്തെ ചിത്രം നോക്കുന്ന സമയത്ത് അവിടെ ഒരു ട്രയാങ്കിൾ കാണുന്നതാണ് അല്ലേ. സെൻട്രൽ അതെല്ലാം കൂടി സൈഡും എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ട്രയാങ്കിളിന് 3 സൈഡുകളിൽ 2 സൈഡുകൾ എന്താണ്, നമ്മളുടെ സർക്കിളിൻ്റെ റേഡിയസ് ആണെന്നറിയല്ലോ, ആരമാണ്. ലെറ്റ് ഇറ്റ് ബി ആർ എന്ന് വിചാരിച്ചു, ആറാണ്. അതുകൂടാതെ ഇവിടുത്തെ ഒരു ആംഗിൾ 60 ആയതുകൊണ്ട് ഈ 2 സൈഡുകളും തുല്യമായതുകൊണ്ട് ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആവുമെന്ന് ബേസിക്കലി നമുക്ക് കണ്ടാൽ മനസ്സിലാവും. കാരണം 2 സൈഡ് ഈക്വലായ ട്രയാങ്കിളിൻ്റെ പേരെന്താ, ഐസോസെലസ് അഥവാ സമപാർശ്വ ത്രികോണം എന്നല്ലേ. അപ്പോൾ സമപാർശ്വ ത്രികോണത്തിൻ്റെ ഈക്വലായ സൈഡിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസ് ഈക്വൽ ആവും. ഇപ്പോൾ ഇവിടെ ഓൾറെഡി 60 ആയി കഴിഞ്ഞു. ബാക്കി 2 എണ്ണം കൂടി ചേർത്താൽ 120 കിട്ടണം. രണ്ടും ഈക്വൽ ആവണമെങ്കിൽ ഓരോന്നും 60 വീതമല്ലേ വരേണ്ടത്. അപ്പോൾ ഇവിടെയും 60 ആണ്, ഇവിടെയും 60 ആണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ നമുക്ക് എന്ത് വിളിക്കാം, ഈക്വലാറ്റർ ട്രയാങ്കിളാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ AB എന്ന് പറയുന്ന കോഡിൻ്റെ ലെങ്ത് എന്തിന് ഈക്വലാണ്, റേഡിയസ് ഈക്വലാണ്. അപ്പോൾ ആദ്യത്തെ ചിത്രത്തിൽ ആ ഒരു കോഡ് അഥവാ ഞാണിൻ്റെ നീളം കാണാൻ പ്രശ്നമൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വളരെ എളുപ്പമാണ് അല്ലേ, ഈക്വലാറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. എന്നാൽ നമുക്ക് ഈ രണ്ടാമത്തെ ചിത്രം നോക്കൂ. അതിൽ ആംഗിൾ തന്നിട്ടുള്ളത് സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി എന്ന് തന്നത്, അതാ തന്നിട്ടുള്ളത് 120 ഡിഗ്രി എന്നാണ് തന്നിട്ടുള്ളത്. 120 ഡിഗ്രി സെൻട്രൽ ആംഗിൾ തന്നാൽ അതിൻ്റെ ഈ ഒരു ലെങ്ത്ത് കണ്ടുപിടിക്കണം. ഏതിൻ്റെ ലെങ്ത്ത്, PQ എന്ന് പറയുന്ന കോഡിൻ്റെ ലെങ്ത്ത് കാണണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ റേഡിയസ് സെയിം തന്നെ എടുത്തു അല്ലേ. ഇപ്പോൾ ഇവിടെ 120 ആയി കഴിഞ്ഞു. ബാക്കിയുള്ള 2 ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, കാരണം അത് ഐസോസെലസ് ട്രയാങ്കിൾ തന്നെയാണ് വരുന്നത് അല്ലേ, സമപാർശ്വ ത്രികോണമാണ്. അപ്പോൾ ഇവിടെ 120 ആണെങ്കിൽ ബാലൻസ് 60ൻ്റെ 2 ഈക്വൽ പാർട്ട് ആക്കുമ്പോൾ ഇവിടെയും 30 ആണ് വരിക, ഇവിടെയും 30 ആണ് വരിക. നമുക്കറിയാം 30 ആണ് വരുന്നത്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാനുള്ളത്, ഈ O എന്ന് പറയുന്ന സെൻറ്ററിൽ നിന്നിട്ട് ഈ കോഡായ PQയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താണ്, ലംബം അല്ലേ. അതിൽ M എന്നിട്ടും വിചാരിച്ചോളൂ, OM. ഈ OM വരച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ട്രയാങ്കിൾ നിങ്ങൾക്കറിയാം, OMQ അല്ലെങ്കിൽ OMP എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഞാൻ OMQ എന്നാണ് ഇവിടെ എടുക്കുന്നത്. OMQ എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിൽ ഇവിടെ 90യും ഇവിടെ 30യും ആയി കഴിയുമ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്താ വരിക, 60 അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്ത ഒരു ട്രയാങ്കിളെ പറ്റിയാണ് ഇതില്ലേ. ഇതെന്ത് ട്രയാങ്കിളാണ്, ട്രയാങ്കിൾ വിത്ത് ആംഗിൾസ് 30, 60, 90. അതിൻ്റെ സൈഡുകളുടെ റേഷ്യോ 1:3:2 ആണ് വരികയെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. പക്ഷേ ഇവിടെ നമുക്ക് ഹൈപ്പോട്ന്യൂസിന് പകരം 6 ആണ് തന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ളത് ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾ 30, 60, 90 എന്ന് വരികയാണെങ്കിൽ നമുക്ക് 30ക്ക് ഓപ്പോസിറ്റ് സൈഡ് A എടുക്കുകയാണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് ആയ സൈഡ് എന്താ വരിക, √3Aയും 90ക്ക് ഓപ്പോസിറ്റ് ആയ സൈഡ് 2Aയും ആണെന്നാണ് എടുത്തത്. അതിന് പകരമായിട്ട് ഇപ്പം നമുക്കിവിടെ തന്നുള്ളത് 30ക്ക് ഓപ്പോസിറ്റായ സൈഡല്ല, 90ക്ക് ഓപ്പോസിറ്റ് സൈഡ് എന്താ എടുത്തത്, 6 ആണ്. അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് സൈഡ് എന്താ വരിക, അതിൻ്റെ പകുതി R/2 അല്ലേ. 60ക്ക് ഓപ്പോസിറ്റായ സൈഡ് എന്താ വരിക, ഇതിൻ്റെ √3 കൊണ്ട് മൾട്ടിപ്ലൈ, √3 × R/2 അല്ലെങ്കിൽ √3/2R.
അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡുകൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് സൈഡ് വേണമെങ്കിൽ എഴുതാം, r/2 എന്ന് എഴുതാം. അതുപോലെ 60ക്ക് ഓപ്പോസിറ്റ് ആയ സൈഡാണ് നമുക്ക് വേണ്ടത് അല്ലേ. ഈ സൈഡ് കിട്ടി അതിൻ്റെ ഡബിൾ എടുത്താൽ മതി, കാരണം ഇതിൻ്റെ ബൈസെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് MQൻ്റെ ഡബിളാണ് PQ എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ MQ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 60ക്ക് ഓപ്പോസിറ്റ് ആയ സൈഡ് എന്താ വരിക, √3/2r അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കോഡ് PQ കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി, 2 × √3/2r അല്ലെങ്കിൽ √3r എന്ന് എഴുതാം, കാരണം ഈ 2 ക്യാൻസലായിപ്പോയി. അപ്പം റേഡിയസിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഈ കോഡിൻ്റെ ലെങ്ത് കിട്ടിയത് അല്ലേ. ഇപ്പോൾ ഇവിടെ നമുക്ക് അറിയായിരുന്നു, നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ ട്രയാങ്കിൾ അല്ല വരിക അല്ലേ, ഐസോസ്ലെസ് റൈറ്റ് ട്രയാങ്കിൾ വരില്ല, അതുപോലെ 30, 60, 90 ഉള്ള റൈറ്റ് ട്രയാങ്കിൾ അല്ല വരിക. അല്ലാത്ത ട്രയാങ്കിൾസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അപ്പോൾ അതിന് നമ്മൾ ട്രിഗ്നോമെട്രീനെ യൂസ് ചെയ്യുക. നമ്മളിപ്പോൾ ഈ വർഷം പഠിച്ചിട്ടുള്ള ഈ ചാപ്റ്ററിലെ സൈനും കോസിനും ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് മൂന്നാമതൊരു ചിത്രം തന്നിട്ടുണ്ട്. ആ ഫിഗറിൽ ആംഗിൾ തന്നിട്ടുള്ളത് 100 ആണ്. ഇത്രയും തന്നിട്ടുള്ളത് ആംഗിൾ തന്നിട്ടുള്ളത് 100 ആണ്. ആംഗിൾ 100 ആണ് തന്നതെങ്കിൽ നമുക്കറിയാം ബാക്കി 80 ആണ് ഉണ്ടാവുക. 180ൽ 80 അല്ല ഉണ്ടാവുക. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് അല്ലേ, ഇത് രണ്ടും റേഡിയസ് ആണ് അല്ലേ. റേഡിയസ് ആയതുകൊണ്ട് നമുക്കറിയാം ഇതിൻ്റെ പകുതിയാണ് ഉണ്ടാവുന്നത് അല്ലേ. ഇതിൻ്റെ പകുതി, ഇത് രണ്ടും റേഡിയസ് അല്ലേ, ഇതൊരു ഐസോസ്ലെസ് ട്രയാങ്കിളാണ്. അപ്പം 80 എന്നാണ് ഉണ്ടാവുന്നത്. 80ൻ്റെ പകുതിയായ 40 ആയിരിക്കും ഈ ഒരു ട്രയാങ്കിൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രയാങ്കിൾ അല്ല അത് കിട്ടുന്നത്. 30, 60, 90 അല്ല, അതുപോലെ തന്നെ 45, 90 അല്ലാത്ത ട്രയാങ്കിളാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യുന്നു, ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു അല്ലേ, OZ എന്ന് പറയുന്ന ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആംഗിൾ എത്രയായി മാറിയിട്ടുണ്ടാവും, ഇവിടെ 40 ആണ്, ഇവിടെ 90 ആണ്, അപ്പോൾ ഇവിടെ 50 ആയി മാറിക്കഴിഞ്ഞു. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ട്രയാങ്കിളിൻ്റെ പേരെന്താണ്, ഇവിടെ 50 ആണ് അല്ലേ. ഇവിടെ എന്താ വരുന്നത്, ഇറ്റ് ഈസ് 40 അല്ലേ. ഇവിടുത്തെ സൈഡ് 6 ആണുള്ളത്. അപ്പം OZY നമുക്ക് ZY കിട്ടിയാൽ മതിയല്ലോ. ZY കിട്ടിയാൽ അതിൻ്റെ ഡബിൾ എടുത്താൽ മതി അല്ലേ. ZY കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്യുന്നു. ZY കിട്ടാൻ ഇവിടെ 50 എന്ന് പറയുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റായ സൈഡാണ് ZY. ഹൈപ്പോഡ്ന്യൂസ് അറിയാം, നമ്മൾക്ക് എന്ത് ചെയ്യുന്നു, ZY എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് sin 50 ആണ് എടുക്കുന്നത്. എന്താ എടുക്കുന്നത്, sin 50. 50ക്ക് ഓപ്പോസിറ്റ് സൈഡ് എന്താ വരുന്നത്, ZY ബൈ റേഡിയസ് എന്താണ്, R. അപ്പോൾ ZY നമുക്ക് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി, R-ന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. R × sin 50 ആണ്. R × sin 50 ആണ് ZY എന്ന് പറയുന്നത്. ZYൻ്റെ ഡബിൾ അല്ലേ XY. XY എന്ന് പറയുന്നത് എന്താണ്, XY ഈസ് ദ ഡബിൾ ഓഫ് ZY. ZYയുടെ ഡബിളാണ് 2R × sin 50 എന്ന് എഴുതാം. 2R × sin 50 ഇങ്ങനെ നമ്മൾ എഴുതി വെച്ചു. 2R × sin 50 അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ sin 50യും 2Rഉം എന്നൊക്കെ പറയുന്നത് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് ഈ sin 50 എന്നെടുക്കാൻ കാരണം, 50 എന്താണ്, 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്കറിയാം മൊത്തം തന്നിട്ടുള്ള ആംഗിളിൻ്റെ പകുതിയല്ലേ 100/2 അല്ലേ. 100ൻ്റെ പകുതിയാണ് 50. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ജനറൽ എക്സ്പ്രഷനിലേക്ക് എത്താൻ പോവുകയാണ്. എങ്ങനെയുള്ള ജനറൽ എക്സ്പ്രഷൻ, ഏത് ആംഗിൾ, അതായത് സെൻട്രൽ ആംഗിളിൻ്റെ മെഷർ എന്ത് തന്നാലും നമുക്ക് കോഡിൻ്റെ ലെങ്ത്ത് കാണാനുള്ള വഴിയാണ് നമുക്കിപ്പം ഈ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയുള്ള ജനറൽ എക്സ്പ്രഷനിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. ആ എക്സ്പ്രഷൻ പഠിച്ചു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഏത് കോഡിൻ്റെ ലെങ്ത്തും കാണാം. എന്ത് മാത്രം അറിഞ്ഞാൽ മതി, റേഡിയസ് മാത്രം കിട്ടിയാൽ മതി. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട് വിത്ത് റേഡിയസ് R ആൻഡ് സെൻട്രൽ ആംഗിൾ C. നമുക്ക് ഈ കോഡിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണം വിചാരിച്ചോളൂ. അപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്, ഇവിടെ മൊത്തത്തിൽ ആംഗിൾ 100 ആണ് എങ്കിൽ റേഡിയസ് 6 ആണെങ്കിൽ എന്താ ചെയ്തത്, 2 × റേഡിയസ് × സൈൻ ഓഫ് ഹാഫ് ഓഫ് ദി ആംഗിൾ ആണ് അല്ലേ. സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് എടുത്തിട്ടാണ് ചെയ്തത്. അതുപോലെ നമുക്കിവിടെ ഈ ഒരു എക്സ്പ്രഷനാക്കി എഴുതണമെങ്കിൽ ലെങ്ത് ഓഫ് ദ കോഡ് അഥവാ ഞാണിൻ്റെ നീളം, ലെങ്ത് ഓഫ് ദ കോഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യാം, ഈ റേഡിയസിൻ്റെ ഡബിൾ 2R × സൈൻ ഹാഫ് ഓഫ് ദിസ് ആംഗിൾ C/2. ഇതൊരു എക്സ്പ്രഷനായിട്ട് പഠിച്ചു വെച്ചാൽ മതി. എന്താണ്, നമ്മളുടെ കോഡിൻ്റെ ലെങ്ത്ത് കാണാൻ, ഞാണിൻ്റെ നീളം കാണാനുള്ള വഴി എന്താണ്, ഞാണിൻ്റെ നീളം കാണാൻ റേഡിയസിൻ്റെ ഡബിളിനെ എന്ത് ചെയ്താൽ മതി, സൈൻ C/2, അതായത് സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയുടെ സൈൻ അംശബന്ധം കൊണ്ട് ഗുണിച്ചാൽ മതിയാവും. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്, ഒരു സർക്കിളിലെ ഏതൊരു കോഡിൻ്റെയും ലെങ്ത്ത് എന്തിന് ഈക്വലാണ്, റേഡിയസിൻ്റെ ഡബിളിൻ്റെയും അതുപോലെ തന്നെ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫിൻ്റെ സൈൻ റേഷ്യോൻ്റെയും കൂടി പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റാണ്. നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. അതിൽ ഒരു സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട് 100 ഡിഗ്രി, ഒരു കോഡായ AB യുടെ ലെങ്ത്ത് കണ്ടുപിടിക്കണം വിചാരിച്ചോളൂ.
അപ്പോൾ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? എ ബി ഈക്വൽ ടു 2r ഇൻറ്റു സൈൻ ഓഫ് 100/2 അങ്ങനെയല്ല എഴുതേണ്ടത്. 2r സൈൻ c/2. സിക്ക് പ്ലേസിൽ എന്താണ് ഇവിടെ? c ഈക്വൽ ടു 100 എന്ന് പറയുന്നതും r ഈക്വൽ ടു 5 എന്ന് പറയുന്നതാണ് ഇവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ 2r സൈൻ c/2 കൊടുക്കുമ്പോൾ 2r സൈൻ 100/2 എന്ന് പോലെ കൊടുക്കാം. ആറിൻ്റെ പ്ലേസിൽ 5 കൊടുക്കാം. 2 ഇൻറ്റു 5 സൈൻ 100/2 എന്ന് പറഞ്ഞാൽ 50 ആണ് അല്ലേ. 10 ഇൻറ്റു സൈൻ 50 ആണ്. ഇനി ഈ സൈൻ 50യുടെ വാല്യൂ കിട്ടിയാൽ മതി. സൈൻ 50യുടെ വാല്യൂ ടേബിളിൽ നോക്കി കണ്ടുപിടിക്കണം അല്ലേ. 0.766 ആണ്. അപ്പോൾ 10 ഇൻറ്റു 0.766 എന്ന് പറയുന്നതാണ് സൈൻ 50യുടെ വാല്യൂ. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 7.66. അത്രയും സെൻറ്റിമീറ്റേഴ്സ് ആണെങ്കിൽ സെൻറ്റിമീറ്റർ നേടുക. യൂണിറ്റ് എന്താ തന്നാൽ അതിനനുസരിച്ച് എഴുതുക. അവിടെ അപ്പോൾ 5 സെൻറ്റിമീറ്റർ തന്നാൽ ഇവിടെ നമുക്ക് യൂണിറ്റ് 7.66 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? കോഡിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ കോഡിനെ റിലേറ്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ റേഡിയസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. ഓക്കെ, ടെക്സ്റ്റിൽ എക്സ്പ്രഷൻ ആയിട്ടില്ല എങ്കിൽ നിങ്ങൾ പഠിച്ചു വയ്ക്കാം. ഓക്കെ, 2r സൈൻ c/2. ബോർഡിൽ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ദ ഫിഗർ ഷോസ് എ ട്രയാങ്കിൾ ആൻഡ് ഇറ്റ് സർക്കം സർക്കിൾ എന്നാണ്. ഒരു ത്രികോണം അതിൻ്റെ പരിവൃത്തവും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ട എന്താണ്? ഈ ഒരു സർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കും. യു വാണ്ട് ടു ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ, അല്ലെങ്കിൽ ആരം, വൃത്തത്തിൻ്റെ ആരം കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ സർക്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. എത്രയാണ് ഉണ്ടാവുക? സെൻട്രൽ ആംഗിൾ 120 ആണ്. വേണമെങ്കിൽ മാർക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ആ 60 എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ 120 എന്ന് എടുത്തു. റേഡിയസ് നമ്മൾ വിചാരിക്കുന്നു ലെറ്റ് ഇറ്റ് ബി r എന്ന് വിചാരിക്കുന്നു. റേഡിയസ് എന്താണ്? r. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് എ ബി കണ്ടുപിടിക്കാനുള്ള വഴി നമുക്കറിയായിരുന്നു. 2r ഇൻറ്റു സൈൻ c/2 എന്നാണ്. എന്താണ്? 2r ഇൻറ്റു സൈൻ c/2. തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവിടെ എ ബി ആണ് തന്നിട്ടുള്ളത്. 3 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സി എന്ന് പറയുന്ന മെഷർ 120 ഡിഗ്രി ആണെന്ന് അറിയാം അല്ലേ. അതുപോലെ c/2 എന്ന് പറയുന്നത് എത്രയാണ് വരിക? 60 ആണല്ലോ വരുന്നത്. c/2 എന്ന് പറയുന്നത് 60 ആണ് കിട്ടുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ പുട്ട് ചെയ്യാം. 3 ഈക്വൽ ടു 2 ഇൻറ്റു r അറിയില്ല. സൈൻ c/2 എന്ന് പറഞ്ഞാൽ 60 ആണ്. അപ്പോൾ നമുക്ക് സൈൻ 60യുടെ വാല്യൂ അറിയണം അല്ലേ. സൈൻ 60യുടെ വാല്യൂ അറിയുന്നത് നമുക്കറിയാം. ഈ ട്രയാങ്കിൾ പഠിച്ചു വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാ ട്രയാങ്കിളിൻ്റെ പേര്? 30, 60, 90. അല്ലാത്ത വാല്യൂസ് നമുക്ക് ടേബിളിൽ നോക്കി കണ്ടെത്താവുന്നേ ഉള്ളൂ അല്ലേ. സൈൻ 60യുടെ വാല്യൂ നമുക്കറിയായിരുന്നു. ഇത് 1 ആണെങ്കിൽ √3 അല്ലേ /2 എന്നാണ് സൈൻ 60 എന്ന് പറയുന്നത്. അപ്പോൾ 2r ഇൻറ്റു √3/2 എന്നാണ് എന്ത് വരുന്നത്? സൈൻ 60യുടെ വാല്യൂ വരിക. ശരിയല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുക r√3 ഈക്വൽ ടു 3 എന്നാണ് വരുന്നത്. r√3 3 ആണെങ്കിൽ r അല്ലേ കണ്ടുപിടിക്കേണ്ടത്? 3/√3 എന്ന്. 3/√3നെ നമുക്കൊന്നുകൂടി മാറ്റി എഴുതാം അല്ലേ. 3 എന്ന് പറയുന്നത് എന്താ വരിക? √3 ഇൻറ്റു √3 അല്ലേ /√3. √3 ക്യാൻസൽ ആയിപ്പോയി. സോ വി ഗെറ്റ് r ഈക്വൽ ടു √3 അല്ലേ. √3 ആണ് നമുക്ക് ആ ഒരു സർക്കിളിൻ്റെ റേഡിയസ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കൂ. വാട്ട് ഈസ് ദ സർക്കം റേഡിയസ് ഓഫ് എൻ ഇക്വിലാറ്റർ ട്രയാങ്കിൾ ഓഫ് സൈഡ് 8 സെൻറ്റിമീറ്റേഴ്സ്? 8 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിൻ്റെ പരിവൃത്ത ആരം എത്രയായിരിക്കുന്ന ചോദ്യം. പരിവൃത്ത ആരമാണ്. നമ്മൾ സർക്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചുള്ള കൺസെപ്റ്റിൽ ആലോചിക്കണം. ഇക്വിലാറ്റർ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആംഗിൾസ് എല്ലാം 60 ആണ് ഉണ്ടാവുന്നത് അല്ലേ. 60 ആണ് എല്ലാ ആംഗിൾസും ഉണ്ടാവുക. അപ്പോൾ ഇവിടുത്തെ സൈഡ് തന്നിട്ടുണ്ട് 8 സെൻറ്റിമീറ്റർ ആണ്. 3 സൈഡുകൾ 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെയും 8 സെൻറ്റിമീറ്റർ ആയിരിക്കും വരിക അല്ലേ. ABC ആയിക്കോട്ടെ ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് അതിൻ്റെ റേഡിയസ് തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ നമ്മളിവിടെ പഠിച്ചിട്ടുള്ള കാര്യം എന്താണ്? ഒരു സർക്കിളിലെ ഒരു ഇൻസ്ക്രൈബ് ചെയ്തിട്ടുള്ള ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും അതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്നാൽ കൺസെപ്റ്റ് വൃത്തങ്ങൾ എന്ന് പറയുന്ന പാഠം പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ. 120 ഡിഗ്രിയാണ് അതിൻ്റെ സെൻട്രൽ ആംഗിൾ. നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റിന് വെച്ചിട്ട് ചെയ്യാം. സി എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? സി ഈക്വൽ ടു 120 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ എ ബി എന്ന് പറയുന്ന കോഡിൻ്റെ ലെങ്ത്ത് നമുക്കറിയായിരുന്നു. എ ബി എന്ന് പറയുന്ന കോഡിൻ്റെ ലെങ്ത്ത് എത്രയാണ്? ഇറ്റ് ഈസ് 8 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ നമുക്ക് എ ബി കാണാനുള്ള വഴി എന്തായിരുന്നു? എ ബി ഈക്വൽ ടു 2r ഇൻറ്റു സൈൻ c/2 എന്നാണ് അല്ലേ. അപ്പം 8 ഈക്വൽ ടു 2r ഇൻറ്റു സൈൻ c/2 എന്ന് പറയുമ്പം 120/2 എന്ന് വരും അല്ലേ. ഇവിടെ 8 2 ആയിട്ട് 4 ടൈംസ്. അപ്പോൾ 4 ഈക്വൽ ടു r സൈൻ 60 എന്ന് വരും ആണല്ലോ. സൈൻ 60യുടെ വില √3/2 ആണല്ലോ. അപ്പം നമുക്ക് കിട്ടുക r ഇൻറ്റു
√3/2 എന്ന് പറയുന്നതാണ് 4. ഇവിടുന്ന് 6 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 2 ഇങ്ങോട്ട് വരണം. 2 × 4 8 ആണ് വരിക അല്ലേ? √3. അവിടുന്ന് 6 കണ്ടുപിടിക്കാം. 6 എങ്ങനെയാണ് കിട്ടുക? 8/√3 എന്ന് എഴുതാൻ പറ്റും. സോ വി ഗെറ്റ് ദ റേഡിയസ് ഓഫ് ദി സർക്കം സർക്കിൾ. ഇങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. 8/√3. നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് എ ബിൻ്റെ ലെങ്ത്ത് കാണാൻ വേണ്ടിയിട്ട്, കോഡിൻ്റെ ലെങ്ത്ത് കാണാൻ 2r sin c/2 എന്ന് പറയുന്നത്, ഈ ഒരു കൺസെപ്റ്റ് സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലാതെയും പറയാം കേട്ടോ. കാരണം നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ. ഈ ട്രയാങ്കിളിൻ്റെ സൈഡുകൾ കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ റേഡിയസ് മാത്രം, ഈ സർക്കിൾ, ഈ ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിളിൻ്റെ റേഡിയസ് മാത്രം കിട്ടിയാൽ മതിയാവും. പിന്നെ ആംഗിൾസും അറിയണം അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ഇൻറ്റീരിയർ ആംഗിൾസോട് കൂടിയിട്ടുള്ള ട്രയാങ്കിൾ തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ. ഈ സർക്കിളിൻ്റെ റേഡിയസ് 6 ആണെന്ന് വിചാരിക്കുക. റേഡിയസ് ഓഫ് ദി സർക്കിൾ ബി വാട്ട്? R. സർക്കം സർക്കിളിൻ്റെ റേഡിയസ് 6 ആണ് അല്ലേ? നമ്മൾ ഈ ഒരു AB എന്ന് പറയുന്നതിൻ്റെ നീളം കാണണമെങ്കിൽ ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ കിട്ടണം അല്ലേ? സെൻട്രൽ ആംഗിൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡബിൾ ആയിരിക്കുമല്ലോ. സർക്കിൾ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ സിൻ്റെ ഡബിൾ 2C ആണ് വരിക. അപ്പോൾ 2Cൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ C തന്നെയാണ് വരിക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ സെൻട്രൽ ആംഗിൾ വെച്ച് പറയണമെന്നില്ല. നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസ് വെച്ചിട്ട് തന്നെ ഇതിനെ പറയാൻ പറ്റും. അപ്പോൾ ഈ ലെങ്ത്ത് AB കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2r sin c എന്ന് എടുത്താൽ മതി. അതുപോലെ BC കിട്ടാൻ എന്താ ചെയ്യുക? BC എന്ന് പറഞ്ഞാൽ 2r sin എന്താ വരുന്നത്? A ആണ് അല്ലേ? BCൻ്റെ നേരെ ഓപ്പോസിറ്റിലെ ആംഗിളാണ് നോക്കേണ്ടത് കേട്ടോ. അതുപോലെ AC കിട്ടാൻ 2r sin B എന്നാണ് വരും അല്ലേ? AC എന്ന് പറയുന്നത് ഇതാണ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് B ആണ്. 2r sin B. ഇങ്ങനെയും നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആശയം വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. നമ്മളിപ്പോൾ പറഞ്ഞ കൺസെപ്റ്റ് വെച്ചിട്ട് ഒരു ചോദ്യമുണ്ട്. കമ്പ്യൂട്ട് ദ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ആൻഡ് ഓൾസോ ഫൈൻഡ് ദി അതർ 2 സൈഡ്സ് ഓഫ് ദിസ് ട്രയാങ്കിൾ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നോക്കിക്കോളൂ. ഈ ത്രികോണത്തിൻ്റെ 2 സൈഡുകൾ കണ്ടുപിടിക്കണം, കൂടാതെ സർക്കിളിൻ്റെ ഡയമീറ്റർ അഥവാ വ്യാസം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇതിനൊരു പേര് കൊടുത്താൽ ABC എന്നുള്ള പേര് കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ റേഡിയസും റിലേറ്റ് ചെയ്തിട്ടുള്ള ബന്ധം നമുക്കറിയാം അല്ലേ? എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇവിടുത്തെ ഈ ലെങ്ത്ത് BC എന്ന് പറയുന്ന ലെങ്ത്ത് എന്തിന് ഈക്വൽ ആയിരിക്കും? BC ഈക്വൽ ടു ഇപ്പോൾ പറഞ്ഞ പോലെ 2r sin എന്താണ്? A ആണ് അല്ലേ? അപ്പോൾ ഇവിടുന്ന് 2r ആണ് ഡയമീറ്റർ എന്ന് പറയുന്നത്, ശരിയാണല്ലേ? ഡയമീറ്ററിനാണ് 2r എന്ന് പറയാം അല്ലേ? റേഡിയസിൻ്റെ ഡബിളിനാണ് ഡയമീറ്റർ എന്ന് പറയാം, വ്യാസം. അപ്പോൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? BCനെ sin A കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ BC എന്ന് പറയുന്നത് നമുക്കറിയാം 4 ആണ്. sin A എന്ന് പറയുന്നത് എത്രയാണ്? sin 70 അല്ലേ? 4/sin 70. sin 70യുടെ വാല്യൂ ടേബിളിൽ നോക്കി കണ്ടുപിടിക്കാം. sin 70യുടെ ഏകദേശ വില 0.94 എന്ന് എടുക്കാം കേട്ടോ. 4/0.94 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് അപ്രോക്സിമേറ്റ് ചെയ്യാൻ 400/94 ചെയ്താൽ മതി അല്ലേ? ഏകദേശ വിലയായിട്ട് 400നെ 94 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഏകദേശ വിലയായിട്ട് നമുക്ക് എത്ര കിട്ടും നോക്കാം. നമുക്ക് ഏകദേശ വില 4.26 എന്ന് കിട്ടും. 4.26 സെൻറ്റിമീറ്ററാണ് എന്ത് കിട്ടുന്നത്? ഡയമീറ്റർ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഡയമീറ്റർ കണ്ടുപിടിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 2rൻ്റെ നീളം കണ്ടുപിടിച്ച് കഴിഞ്ഞു 4.26 ആണ്. അല്ലെങ്കിൽ നമുക്ക് 4/0.94 എന്ന് എടുത്തിട്ട് ചെയ്തിട്ടുള്ള വാല്യൂ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളോട് ഇനി പറഞ്ഞിട്ടുള്ള 2 സൈഡുകൾ കൂടി കണ്ടുപിടിക്കുക. AC കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 2r × sin 50 ചെയ്താൽ പോരെ AC കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ നമുക്കൊന്ന് നോക്കാം AC എന്ന് പറയുന്നത് കിട്ടാൻ വേണ്ടിയിട്ട്. AC ആണ് ഒരു സൈഡ് അല്ലേ? ഇപ്പോൾ ചെയ്ത പോലെ 2r sin എന്താ ഇവിടെ വരിക? 50 എന്നുള്ള വരിക, sin 50. 2r നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 4.26 × sin 50 0.766 ആണ് sin 50യുടെ വില അല്ലേ? ഏകദേശം നമുക്ക് എത്ര ഉണ്ടാവുന്നു? ഈക്വളോ 3.26 സെൻറ്റിമീറ്ററാണ് ഏകദേശ വിലയായിട്ട് AC കിട്ടുന്നത്. 3.26. ഇനി ഒന്നും കൂടി കാണാണ്ടല്ലോ. ഏതാണ്? AB കിട്ടാൻ ഇതുപോലെ ചെയ്യുമ്പോൾ AB എന്താ വരിക? 2r sin ഓപ്പോസിറ്റായ ആംഗിൾ sin 60 ആണ് അല്ലേ? 2r എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4.26 ആണ് ഇൻറ്റു sin 60യുടെ വില നമുക്ക് ടേബിളിൽ നിന്ന് എടുക്കാം. sin 60യുടെ വാല്യൂ 0.866 ആണ് കേട്ടോ. 866. ഇതിൻ്റെ ഏകദേശ വില 3.69 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ 4.26ഉം 0.866ഉം മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ എത്രയാണ്? 3.69 ആണ് ഏകദേശ വില. അപ്പോൾ അങ്ങനെ നമുക്ക് 3 സൈഡുകളും കിട്ടിക്കഴിഞ്ഞു അല്ലേ? പിന്നെ അതുപോലെ ഇതിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കിവിടെ ഉപയോഗിച്ച കൺസെപ്റ്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റ് ആണെന്നുള്ള ആലോചിക്കും. ഓക്കെ, ഈ ചിത്രം നോക്കൂ. സെഗ്മെൻ്റാണ് തന്നിട്ടുള്ളത്. സർക്കിളിൻ്റെ ഒരു പാർട്ട് തന്നിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ 8 സെൻറ്റിമീറ്ററാണ് ഈ ഒരു കോഡിൻ്റെ ലെങ്ത് ആയിട്ട് തന്നിട്ടുള്ളത്. ഇവിടുത്തെ ആംഗിൾ തന്നത് 140 ഡിഗ്രിയാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്താണ്, ആരം എന്താണ്, വൃത്തത്തിൻ്റെ ആരം കണ്ടുപിടിക്കുക എന്നുള്ള ചോദ്യം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണം. ആദ്യം ശ്രദ്ധിക്കുക, ഞാൻ ആദ്യം ഈ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു.
ഓക്കെ, കംപ്ലീറ്റായി. നമ്മൾ തന്നിട്ടുള്ള കാര്യം ഞാൻ വരയ്ക്കുകയാണ് അല്ലേ. തന്നിട്ടുള്ളത് ഇവിടുത്തെ ഒരു ABC ആണെങ്കിൽ ഇവിടെ ഞാൻ ഇതിൻ്റെ മെഷർ എഴുതി വെച്ചു. 8 സെൻറ്റിമീറ്ററാണ്. ഇവിടെ എത്രയാണ്? 140 ഡിഗ്രിയാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ നോക്കിക്കോളൂ. ഇവിടെ ഞാൻ സെൻറ്റർ മാർക്ക് ചെയ്തു. സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു ഡയമീറ്റർ, ഇത് വരയ്ക്കുന്ന ഡയമീറ്റർ എന്നല്ല പറയാം അല്ലേ. അതിനെ നമുക്ക് D എന്ന് കൊടുക്കാം. എന്നിട്ട് ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. ഇവിടെ 90 ആണ് ഉണ്ടാവുക. റൈറ്റ് ട്രയാങ്കിളാണ് കിട്ടിയിട്ടുള്ള കാര്യം അറിയാം. ഒരു കാര്യം കൂടി അറിയാം, ഈ ഒരു ആംഗിളിൻ്റെ മെഷർ എത്രയാണ് ഉണ്ടാവുന്നത്? ഇതിവിടെ 140 ആണ്. അപ്പോൾ നമുക്ക് സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ് കിട്ടിയതല്ലേ. ABCD എന്ന് പറയുന്ന സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, അതാ ചക്രീയ ചതുർഭുജം അല്ലേ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെൻ്ററി ആവുന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് ഇവിടെ 140 ആണെങ്കിൽ ഇവിടെ എത്രയാണ് ഉണ്ടാവുക? 40 ഡിഗ്രി ഉണ്ടാവും. ഓക്കെ അല്ലേ. ഇനി നമ്മളിപ്പം ഇതിന് തൊട്ട് മുമ്പേ പഠിച്ച കാര്യം ആലോചിക്കുക. അപ്പം ഇതിൻ്റെ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് 40 ആണ്. അങ്ങനെയാണെങ്കിൽ റിലേഷൻ എന്താ വരിക? AC കണ്ടുപിടിക്കാൻ AC എന്ന് പറയുന്നത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 2R സൈൻ ആംഗിൾ ഓപ്പോസിറ്റ് ദാറ്റ് AC. ഏതാണ് ACക്ക് ഓപ്പോസിറ്റായ സൈഡ് ആംഗിൾ? D ആണല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിവിടെ കൊടുക്കാം 2R ഇൻറ്റു സൈൻ. D എന്ന് പറയുന്നത് എത്രയാണ്? 40 ആണ്. AC 8 സെൻറ്റിമീറ്ററാണ്. ശരിയല്ലേ. ഈ 2ഉം 8ഉം തമ്മിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം. നമുക്ക് R സൈൻ 40 ഈക്വൽ ടു 4 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 6 കിട്ടണമെങ്കിൽ എന്താ മതി? 4 സൈൻ 40 ചെയ്താൽ മതി അല്ലേ. 4നെ സൈൻ 40 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പോൾ സൈൻ 40യുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു? ടേബിളിൽ നോക്കി കണ്ടെത്തുന്നു. അതുകൊണ്ട് 4നെ ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, ടേബിളിൽ നിന്ന് സൈൻ 40 0.64 ആണ് കിട്ടുന്നത് കേട്ടോ. 0.64 ആണ് സൈൻ 40യുടെ വാല്യൂ. 4/0.64 ഓർ 400/64 ചെയ്താൽ മതി. 400/64 ചെയ്യുമ്പോൾ എത്രയാണെന്ന് നോക്കാം. സോ നമുക്ക് അതിൻ്റെ വാല്യൂ എന്താ കിട്ടുക? 6.25 എന്ന് കിട്ടും. എത്രയാണ് കിട്ടുന്നത്? 6.25 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഏകദേശ വാല്യൂ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ കൺസെപ്റ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തൊരു ചോദ്യം നോക്കാം. എ റെഗുലർ പെൻറ്റഗൺ ഈസ് ഡ്രോൺ വിത്ത് ഓൾ ഇറ്റ്സ് വെർട്ടിസസ് ഓൺ എ സർക്കിൾ ഓഫ് റേഡിയസ് 15 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ സൈഡ് ഓഫ് ദാറ്റ് പെൻറ്റഗൺ എന്ന് ചോദിച്ചു. റെഗുലർ പെൻറ്റഗൺ ആണ്. റെഗുലർ പെൻറ്റഗൺ എന്ന് പറയുമ്പോൾ 5 സൈഡഡ് ആയിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള സൈഡുള്ള 5 സൈഡുകളുള്ള ഒരു ക്ലോസ്ഡ് ഫിഗറാണ്. അതിൽ വെർട്ടിസൊക്കെ സർക്കിളിൻ്റെ മുകളിലാണ്. അപ്പോൾ നമ്മൾ പേര് കൊടുക്കുകയാണെങ്കിൽ ABCDE എന്ന് പറയുന്ന റെഗുലർ പെൻറ്റഗൺ ആണ്. അപ്പോൾ ആ സർക്കിളിൽ ഇൻസ്ക്രൈബ് ചെയ്ത സർക്കിളിൻ്റെ റേഡിയസ് 15 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ അങ്ങോട്ട് ജോയിൻ ചെയ്യാം അല്ലേ. ഒരു ട്രയാങ്കിൾ കിട്ടാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തു. നമുക്കിത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ സൈഡ് എന്ന് പറയുന്ന ED അല്ലെങ്കിൽ എല്ലാ സൈഡുകളും ഈക്വലാണ്. അപ്പോൾ ED എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ സൈഡ് കിട്ടണമെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾ കിട്ടിയാൽ മതിയല്ലോ. ശരിയല്ലേ. റെഗുലർ പെൻറ്റഗൺ ആയതുകൊണ്ട് മൊത്തമുള്ള ആ സർക്കിളിന് ചുറ്റുമുള്ള ഈ ആംഗിൾ 360 ആണെന്ന് നമുക്കറിയാം. അത് 5 ഈക്വൽ പാർട്ടാക്കി മാറ്റിയാൽ മതി അല്ലേ. അപ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക? ഒരു ഇൻറ്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ ഈ ട്രയാങ്കിളിൽ ഒരു ആംഗിൾ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 360നെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 5 കൊണ്ട് എന്ന് പറയുമ്പോൾ 72 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ 72 ഡിഗ്രിയാണ്. ഇത് നമുക്കറിയാം ചെയ്യാം അല്ലേ. എന്ത് ചെയ്താൽ മതി? ED എന്ന് പറയുന്ന മെഷർ കിട്ടാൻ വേണ്ടിയിട്ട് ED എന്ന് പറയുന്നത് കിട്ടണമെങ്കിൽ 2R സൈൻ 72/2 എന്ന് പറയുന്ന ആദ്യം പഠിച്ച റിലേഷൻ എഴുതിയാൽ മതി. 2 ഇൻറ്റു R15 ആണ് സൈൻ 36 ആണ് അല്ലേ. 2 ഇൻറ്റു 15 ഇൻറ്റു സൈൻ 36. 72/2 ആണ് 36 ആവുന്നത്. 30 ഇൻറ്റു സൈൻ 36ൻ്റെ ഏകദേശം വില 0.59 ആണ്. 0.59 ഏകദേശം എടുത്തു. അപ്പോൾ ഒന്നെങ്കിൽ 3 ഇൻറ്റു 5.9 ചെയ്താൽ മതി അല്ലേ. 3 ഇൻറ്റു 5.9 സോ അപ്രോക്സിമേറ്റ്ലി 17.7 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അല്ലേ. ഏകദേശം വില എന്താണ്? 17.7 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് സോൾവ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്ത ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഒരു പുതിയ കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സെൻട്രൽ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കോഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാം. അത് വെച്ച് ട്രയാംഗിൾ സോൾവ് ചെയ്യാനൊക്കെ പഠിച്ചു. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്.